ആട് 3 സിനിമ കണ്ടതിന് ശേഷമുള്ളൊരു ഫുൾ റിവ്യൂ ആണ് കേട്ടോ. തിരക്കഥ സംഭാഷണം മിഥുൻ മാനുവലാണ്. വിജയ് ബാബുവും കാവ്യ ഫിലിംസ് ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് ആട് 1 ഉം 2 നമ്മൾ വലിയ ദൃശ്യോ CBI കാണുന്ന പോലല്ലോ, ഇത് ചിരിക്കാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്നതാണ്. അത് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ നല്ല ഓളത്തിൽ ഇരുന്ന് ഫുൾ ടൈം ഇരുന്ന് ചിരിക്കാം. ഭയങ്കര ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ പോലും ചിരി മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനം. അപ്പൊ നമുക്ക് ചിരിക്കാനായിട്ട് ഒരു ടെൻഷനും വേണ്ട, ചിരിക്കാനായിട്ട് ടിക്കറ്റ് എടുക്കാമെങ്കിൽ ധൈര്യമായിട്ട് കാണാവുന്ന പടമാണ് ആട് 3. ചിരിക്കാനായിട്ട് മാത്രം, ലോജിക്കൊക്കെ നോക്കേണ്ട ആവശ്യകതയില്ല. പിന്നെ ഇത് പഴയ കാലവും പുതിയ കാലവും തമ്മിലൊന്നും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് എല്ലാം രണ്ട് രീതിയിലും ഉണ്ട്. രണ്ട് രീതിയിലും ക്യാരക്ടേഴ്സ് എല്ലാരും, ഇപ്പം ഷാജി പാപ്പനായാലും സർബത്ത് ഷമീർ ആയാലും ആരായാലും, ഡ്യൂഡ്, ധർമ്മജനൊക്കെ എന്തോ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ധർമ്മജനൊക്കെ ഞാൻ വിചാരിച്ചത് സിനിമ ഫീൽഡിൽ നിന്ന് ഔട്ടായി, പക്ഷെ ധർമ്മജനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാത്താൻ സേവർ എന്തോ ഇൻട്രൊഡക്ഷനാണ്, ഇന്ദ്രൻസ് തകർത്തിട്ടുണ്ട്. അന്നേരം എല്ലാവരുടെ ഇൻട്രൊഡക്ഷൻ പോലും നമുക്ക് കൈയടിക്കാനും ചിരിക്കാനും ഉണ്ട്. ഇവരുടെ ഇന്റർവെൽ കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ചിരിക്കാനായിട്ട് നമുക്ക് കാണാം. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കണ്ട, ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കാം. ഇത് അടുത്ത പാർട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള രണ്ട് ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ടെക്നിക്കലി കുറച്ചുകൂടെ ഗംഭീരമായിട്ടുണ്ട്. കാരണം ടെക്നിക്കലി ടൈം ട്രാവലിന്റെ ഒരു സിനിമയുടെ ഭയങ്കര പെർഫെക്ഷൻ ഒന്നുമില്ലെങ്കിൽ അത്യാവശ്യം ടെക്നിക്കലി നല്ലതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതാണ്. പിന്നെ പറഞ്ഞ പോലെ രസമായിട്ടാണ് എടുത്തേക്കുന്നത്. മിഥുൻ മാനുവൽ കയ്യടി നേടി. മിഥുൻ മാനുവൽ തോമസ് എനിക്ക് കഴിഞ്ഞ പടങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ആടിന്റെ 3 ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്, നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു ക്യാരക്ടർ മാത്രം, ഫക്രുവിന്റെ ക്യാരക്ടർ, ഫക്രു എന്നാന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മാത്രം എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ചിരിക്കാനായിട്ട് അടിച്ചു പൊളിച്ച് ചിരിച്ച് രസിച്ച് വരാനാണെങ്കിൽ ആട് 3 തകർപ്പനാണ്, രസമാണ്. വേറെ ഒന്നും ലോജിക്കില്ലാതെ ആലോചിക്കാം, അടിപൊളിയായിട്ടിരുന്ന് കാണാം. ആട് 3 മിന്നിക്കും.